പ്രിയപ്പെട്ട വിശ്വാസികളെ, സംഘടനകളുടെ എല്ലാ ആ ചട്ടക്കൂടുകളിലും അതിൻ്റെ പ്രമാണങ്ങളിലും അവർ പറയുന്ന കാര്യങ്ങളിലും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരോടും ആ സംഘടനകളുടെ എല്ലാ അതിർവരമ്പുകളുടെയും അപ്പുറത്ത് വിശ്വാസപരമായി നിങ്ങൾ ഒരു മുസ്ലിമാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പങ്കുവെക്കണമെന്ന് വിചാരിച്ചു. പിന്നീട് അലിയാർ കാസിമിയുടെ അതിനനുബന്ധമായ ഒരു പ്രഭാഷണമുണ്ട്. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ സാധാരണ പറയുമല്ലോ, ഒരു രാജ്യത്ത് ജനിച്ചു വീഴുന്ന ഒരാൾ, അയാൾ ആരായാലും അയാളെ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാൻ അവകാശമുള്ളതിനോട് കൂടി തന്നെ അയാൾ ആ രാജ്യത്തെ പൗരനാണ്. ആ പൗരത്വത്തിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ഇന്ന സമയത്ത് ജനിച്ച ആൾ, മാതാപിതാക്കൾ ആ രാജ്യത്ത് തന്നെ സിറ്റിസൺ ആയിരിക്കുക, ഇങ്ങനെയൊക്കെ പറയുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ ഇസ്ലാം മതത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കീ പാസ്വേഡ് എന്ന് പറയുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അതിൻ്റെ കീ പാസ്വേഡ്. ആരാധനയ്ക്കർഹൻ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ലെന്ന് വിശ്വസിക്കുകയും അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നതോടുകൂടി, ആ കെലിമ ചൊല്ലുന്നതോടുകൂടി അയാൾ ആ പാസ്വേഡ് കടന്ന് ആ ഗേറ്റിനകത്താവുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനകത്തുള്ള സംഗതികളൊക്കെ വിലയിരുത്താനും വ്യാഖ്യാനിക്കാനും നോക്കാനും ഒന്നും ഇവിടുത്തെ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, അള്ളാഹു അവൻ്റെ റസൂലിന് പോലും അതിൻ്റെ അനുവാദം കൊടുത്തിട്ടില്ല. അങ്ങനെയാണല്ലോ ചില സന്ദർഭങ്ങളിൽ റസൂലിൻ്റെ ചില ചിന്തകളെയും ഭാവങ്ങളെയും പോലും അള്ളാഹു തിരുത്തിയത് റസൂലിനെ തിരുത്താൻ വേണ്ടി മാത്രമല്ല, പിന്നീട് ഇങ്ങോട്ട് വരുന്ന നമ്മളെല്ലാം ബോധ്യപ്പെടുത്താനാണ്. അതായത് ഒരു അന്ധനായ ഒരാൾ സദസ്സിലേക്ക് കയറി വന്നപ്പോൾ പ്രവാചകൻ പ്രതികരിച്ച രീതിയും അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഉടൻ തന്നെ ഖുർആനായത്തിറങ്ങിയതും, അതോടൊപ്പം തന്നെ തൻ്റെ മാമയായ ഹംസയെ കൊന്ന ഹിന്ദ് എന്ന് പറയുന്ന ആ വളരെ ദുഷ്ടതയും ക്രൂരതയും പ്രവർത്തിച്ചവർ തൻ്റെ മുന്നിലേക്കെത്തിയപ്പോൾ തൻ്റെ ഭാവത്തിലുണ്ടായ മാറ്റവും അതിനെ തിരുത്തിയതും ഒക്കെ എന്തിനാണെന്നറിയോ? ഇതാണ് നിങ്ങളുടെ പാസ്വേഡ്. ഈ പാസ്വേഡ് കടന്നകത്ത് ചെന്നാൽ നിങ്ങൾ സാധാരണ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ആ കീയും പാസ്വേഡും തന്നിരിക്കുന്നു, നിങ്ങൾ എംപ്ലോയി ആണ് എന്ന് പറഞ്ഞ് നിങ്ങളെ അകത്ത് കയറ്റിയാൽ പിന്നെ നിങ്ങൾ അതിലെ എംപ്ലോയി ആണ്. അതിൽ തെറ്റും കുറവും ന്യൂനതയും ഒക്കെ ഉള്ളത് വേറെ പരിശോധിച്ചോളൂ. അത് പരിശോധിക്കാൻ ഈ കൂടിയിരിക്കുന്ന സഹ എംപ്ലോയികൾമാർക്ക് ആർക്കും അവകാശം നൽകിയിട്ടില്ലാത്തതുപോലെയാണ് ഇസ്ലാം മതത്തിലും. ഇതിൽ മുജാഹിദാണോ സ്വർഗത്തിൽ, സുന്നിയാണോ സ്വർഗത്തിൽ, തബ്ലീഗാണോ സ്വർഗത്തിൽ, ജമാഅത്ത് ഇസ്ലാമി ആണോ സ്വർഗത്തിൽ, അല്ലെ വഹാബിയാണോ, അല്ലെങ്കിൽ അഹമ്മദീയ ആണോ, അല്ലെങ്കിൽ ഷിയ ആണോ എന്നൊന്നുമുള്ള തീരുമാനിക്കാനുള്ള അവകാശം നമുക്കില്ല. ഈ പാസ്വേഡ് കൊണ്ട് അത് ലോക്ക് ചെയ്തിരിക്കുക. അതുകൊണ്ട് ഈ ബാക്കി എന്തെങ്കിലുമൊക്കെ എഴുതി കൽപ്പിച്ച 100 കൂട്ടം കാര്യങ്ങൾ കാണും വിവിധ കിതാബുകളിൽ. അങ്ങനെ ചെയ്തവർ ഇങ്ങനെ ചെയ്തവർ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ. അതൊക്കെ അതിൻ്റെ വേറെ സെക്കൻഡറി സൂക്ഷ്മതലത്തിൽ നമ്മളൊക്കെ സാധാരണ റിസർച്ച് നടത്തുമല്ലോ, റിസർച്ച്. ഇപ്പം ഞാൻ റിസർച്ച് നടത്തുന്നു ഒരു സബ്ജക്റ്റിനെ കുറിച്ച്. ഇപ്പോൾ ഉദാഹരണത്തിന് കാറ്റിൻ്റെ വേഗതയെക്കുറിച്ച് ഞാൻ ഗവേഷണം നടത്തുന്നു, ഒരു ഭൗമശാസ്ത്രജ്ഞനാന്നിരിക്കട്ടെ. എനിക്കത് പഠിക്കാം, ഞാനത് പഠിച്ചൊക്കെ മനസ്സിലാക്കി വെച്ചേക്കാം. എൻ്റെ പരിമിതമായ ബുദ്ധിക്കോ എനിക്ക് അലങ്കാരത്തിനോ എവിടെയെങ്കിലും ഉപയോഗിക്കാമെന്നല്ലാതെ അത് ഉൽപ്പാദിപ്പിച്ച, അത് നിർമ്മിച്ച അതിൻ്റെ പ്രഭവ കേന്ദ്രം, അതിൻ്റെ നിർമ്മാതാവ് ആരാണോ അയാൾ കൽപ്പിക്കപ്പെട്ട നിലയിൽ മാത്രമേ അതിന് പ്രവഹിക്കാനുള്ള അവകാശമുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആരെയും മുസ്ലിം അല്ലാതാക്കാനാവില്ല. ആ പാസ്വേഡ് കൊണ്ട് അതിനെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ വേണം ഒരു എൻ്റയർ സോളിഡാരിറ്റി, അതുപോലെ തന്നെ മനുഷ്യൻ എന്ന് ഖുർആൻ സംബോധന ചെയ്യുന്നത് സ്വബോധമുള്ള എല്ലാ മനുഷ്യരുമാണ്, നാനാജാതി മതത്തിൽപ്പെട്ട മനുഷ്യരാണ്. അതിൽ നിങ്ങൾക്ക് ആർക്കും തർക്കം ഉണ്ടാവില്ല. അത് തർക്കിച്ചാൽ നിങ്ങളുടെ ഒരു മോഡേൺ ഫിലോസഫി മാറും. അതുകൊണ്ട് അതിൽ തർക്കം ഉണ്ടാവില്ല. പക്ഷേ മുസ്ലിം എന്ന വിഷയത്തിൽ നിങ്ങൾ തർക്കിക്കും. അതെന്താണ്? അതിൽ നമ്മൾ പറയുന്ന പോലെ ഒരു വീട്ടിനകത്ത് കഴിയുമ്പോൾ ഞങ്ങളെ ആണ്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്താ പോലീസെന്ന് ചോദിച്ച് പണ്ടൊരു മുദ്രാവാക്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പ്രാഥമികമായി ഈ സംഘടനാ ഭ്രാന്ത് ബാധിച്ചിട്ടില്ലാത്ത അതിൻ്റെ കെട്ടിറങ്ങിക്കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാളുടെ ഒരു വീഡിയോ ഒന്ന് കാണിക്കാം, ഒന്ന് കേൾപ്പിക്കാം. പുള്ളി പറയുന്ന ഒന്ന് കേട്ടോളൂ. Prophet Muhammad never said he was Sunni. He gave us the Sunnah. He never said he was Shia, but through his daughter Fatima, he had Hussein and Hassan. He never said he was Hanafi, Sufi. That's your stuff. Be what he was.
he was a Muslim. He submitted his will. പ്രോഫറ്റ് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം, പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ സുന്നിയാണെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം സുന്നത്തെ പഠിപ്പിച്ചിട്ടുള്ളൂ. അദ്ദേഹം ഷിയയാണെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ എന്ന മകളുടെ കാര്യത്തിലുമൊക്കെയുള്ള നിലപാടുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അനഫിയാണെന്നോ സൂഫിയാണെന്നോ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആകെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു മുസ്ലിമാണെന്നാണ്. അതാണ് ആ പാസ്വേഡ് ലോക്ക് എന്ന് പറയുന്നത്. ഇനി അതിനെ സംബന്ധിച്ച് നമ്മുടെ അലിയാർ കാസിമി ഉസ്താദ് പലപ്പോഴും നിർഭയമായ അഭിപ്രായം പറയാറുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായി ഒരു പ്രസംഗത്തിൽ നടത്തിയ അഭിപ്രായങ്ങൾ കൂടി കേൾക്കാം. അപ്പോഴേ അത് പൂർണ്ണമാകൂ. ഭിന്നിപ്പിച്ചടത്ത് മാത്രമേ ഇറാഖിൽ സദ്ദാമിനെ തകർക്കാൻ ഷിയാക്കളെ ഉപയോഗിച്ചു. പെരുന്നാളിൻ്റെ ദിവസത്തിലാണ് തൂക്കിക്കൊല്ലുന്നത്. മുസ്ലിം ലോകം വലിയ പെരുന്നാൾ തൂക്കിക്കൊല്ലാൻ സമയം വേറെയില്ലല്ലോ. റമദാനിലാണ് ഇറാൻ യുദ്ധം തുടങ്ങുന്നത്. എന്തിനാണെന്നറിയാൻ പോലും ഇപ്പോഴും ജൂതനസാറാക്കൾക്ക് വക്കാലത്ത് പറയുന്നവരുണ്ട് ഈ സമുദായത്തിൽ. എന്തിനാണ്? പ്രകോപിപ്പിക്കാൻ. റമദാൻ തന്നെ വേണോ ഒരു യുദ്ധത്തിന് തിരഞ്ഞെടുക്കാൻ? പെരുന്നാൾ തന്നെ വേണോ ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയെ തൂക്കിക്കൊല്ലാൻ? എന്തിനാണത്? പ്രകോപിപ്പിക്കാൻ. അതുകൊണ്ട് ഇവരെ ഒന്നും ഉറ്റമിത്രങ്ങളാക്കരുതേ. ഇത് അള്ളാഹുടെ കൽപ്പനയാണ്. അതുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ആക്കുന്നവരാരോ വൻ യഫ്അൽ ദാലിക ഫലൈസ മിനല്ലാഹി ഫീ ഷൈ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവൻ അള്ളാഹുമായുള്ള ബന്ധത്തിൽ ഒന്നുമല്ലവൻ. അങ്ങനെ കൂടി പറയുന്നുണ്ട് സൂറത്ത് ആല ഇമ്രാനിൽ അള്ളാഹു. ഇത് വല്ല ഓർക്കുന്നുണ്ടോ ഈ സമുദായം? എന്ത് സംസ്കരണമാണ് നമുക്ക് എന്നാലോചിക്കണം. ശത്രുവിൻ്റെ മുമ്പിൽ അരമന കയറി നിരങ്ങി ഒറ്റുകൊടുക്കാൻ മടിയില്ലാത്തവർ, ശത്രുവോട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഷിയ അതുപോലെ തന്നെ സുന്നി അനൈക്യം പറഞ്ഞുകൊണ്ട് തമ്മിലടിക്കുന്നവർ. ഇപ്പോഴും നമുക്ക് ഇറാനിലെ പരമോന്നത നേതാവിനെ കൊല്ലപ്പെട്ടു. സത്യത്തിൽ ആശയപരമായി ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. 2 ധ്രുവങ്ങളിലാണെന്ന് പറയാം. പക്ഷേ അദ്ദേഹം ഒരു മുസ്ലിം അല്ല എന്ന് ഇസ്ലാമിക സമൂഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു മുസ്ലിമാണെന്ന മാനദണ്ഡത്തിൽ നമുക്ക് അദ്ദേഹത്തെ കാണണം. ബിദ്അത്തുണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ അപ്പോഴും നമ്മൾ യഹൂദി നസാറാക്കൾ ഒരിക്കലും ഉറ്റമിത്രമാക്കാൻ പാടില്ലെന്ന് പറഞ്ഞവരോട് ചേർന്ന് നിന്നുകൊണ്ട് അത് ആഘോഷിക്കുന്നവർ ഏത് ഇസ്ലാമിലാണെന്ന് എനിക്കറിയില്ല. ഫലൈസ മിനല്ലാഹി ഫീ ഷൈഅ്, അള്ളാഹുമായി ഒരു ബന്ധത്തിലുമല്ല അവർ. വലിയ ബനുൽ അസ്ഫറുമായി യൂറോപ്യന്മാരുമായി നിങ്ങളൊരു വലിയ സന്ധി ചെയ്യും, നിങ്ങൾ ഒരുമിച്ച് യുദ്ധം ചെയ്യും ഒരു പൊതുശത്രുവിനെതിരെ, തീവ്രവാദത്തിനെതിരെ എന്നും പറഞ്ഞ് ഫയഗ്ദിറൂൻ, അവരെന്നിട്ട് ചതിക്കുമെന്ന പച്ചയായ ഹദീത്തുകളടക്കം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അവരോട് സഹകരിക്കേണ്ടതെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. സാധാരണ സഹകരണത്തിന് ഉറ്റമിത്രമാക്കി നമ്മുടെ കീ പോസ്റ്റുകളിൽ അവരെ ഏൽപ്പിക്കുന്ന പണി അതേ നമുക്കുള്ളൂ. കീ പോസ്റ്റ് അവനാ, ബാക്കിയൊക്കെ നമ്മുടെ ആളുകൾക്ക് അവിദഗ്ധ തൊഴിലാളികളായിട്ട് നമ്മളെ വയ്ക്കും. ഇത് ചെയ്യരുതേ എന്നാ പണ്ടാരോ ചോദിച്ചു, നിങ്ങളുടെ ഖുർആൻ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് എന്നോട്. ഞാൻ പറഞ്ഞു അത് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളുടെ ഖുർആൻ സത്യമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നത്. കാരണം അതാണല്ലോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഉറ്റമിത്രമാക്കിയതിൻ്റെ തല്ലാണല്ലോ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കണേ. അതുകൊണ്ട് മാത്രമാണ് ഈ ഖുർആൻ സത്യമെന്ന് ഞാൻ പറയുകയുണ്ടായി. സയുഹ്സമുൽ ജംഅ്, മഹാസംഘം തുരത്തി ഓടിക്കപ്പെടും. വയുവല്ലൂന ദുബർ, അവരുടെ അടിവേററുക്കപ്പെടുമെന്ന്. ബദറിൽ വീരവാദം മുഴക്കി പടയെടുത്ത് വന്ന 3 ഇരട്ടിയുള്ള അബൂജഹലും ഉത്ബത്തും ഷൈബത്തുമെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങളിൽ വീണ് മരിച്ച മഹാസംഭവത്തിന് സാക്ഷിയായ ബദർ ഇന്നത്തെ ദിവസമാണ്, നാളത്തെ ദിവസമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മളെ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി പാകപ്പെടുത്തുന്നതിന് വേണ്ടി റബ്ബ് തആല നമുക്ക് തരുന്ന ഒരു വർഷത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു പദ്ധതിക്ക് നമ്മൾ ഓരോരുത്തരും വിധേയമായി ആ പദ്ധതി നാളുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇതിനെ നാം നിസ്സാരമായി കാണരുത്. ഭൗതികമായ വസ്തുവകകളോ സാമ്പത്തിക സാമഗ്രികളോ അല്ല ഒരു വിശ്വാസിക്ക് വിജയം പ്രദാനം ചെയ്യുന്നത് എന്നും വിജയത്തിൻ്റെ അടിസ്ഥാന ആധാരം അവൻ്റെ കർമ്മങ്ങളാണ്, അവൻ്റെ കയ്യിലിരിപ്പുകളാണ് എന്നുമാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അവൻ്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവും അവൻ്റെ റസൂലും പറഞ്ഞതും പഠിപ്പിച്ചതുമായ വഴികളിലൂടെ ജീവിച്ച് ഇഹവും പരവും സൗഖ്യപൂർണമാക്കി തീർക്കുക എന്നതാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന പദ്ധതി. അതിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. വ്യക്തി ജീവിതത്തിലാകട്ടെ, കുടുംബജീവിതത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, രാജ്യത്താകട്ടെ, രാഷ്ട്രാന്തര തലത്തിലാകട്ടെ പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള കാരണം അള്ളാഹുവിൻ്റെ പദ്ധതികൾക്കൊത്ത് അവൻ്റെ അടിമകൾ പ്രവർത്തിക്കാതിരിക്കുന്നു എന്നതാണ്.
പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ മനുഷ്യരായ നമ്മൾ മാത്രമൊന്നുമല്ലല്ലോ ഈ പ്രപഞ്ചത്തിലുള്ളത്. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ എത്രയോ സൃഷ്ടികൾ, ചേതന അചേതന വസ്തുക്കൾ, ജീവജീവേതര ജാലങ്ങൾ, ഇവയെല്ലാമുള്ള ഒരു ലോകത്ത് പ്രശ്നരഹിതമായി അവിടമെല്ലാം നിലനിൽക്കുമ്പോൾ ക്രൂരഹിംസ്ര ജന്തുക്കൾ ചിഹ്നം വിളിക്കുന്ന, അലറി വിളിക്കുന്ന കാനനം പോലും ശാന്തമായിരിക്കുമ്പോൾ, അതിൻ്റേതായ ഭദ്രതയിൽ കുടികൊള്ളുമ്പോൾ, അനേക ലക്ഷം ആകാശഗോളങ്ങൾ ആർത്തിരമ്പുന്ന ആകാശസീമകൾ ഭദ്രതയിലും അച്ചടക്കത്തിലും താളത്തിലും പോകുമ്പോൾ, മനുഷ്യൻ ജീവിക്കുന്ന ലോകത്ത് മാത്രം പ്രശ്നങ്ങളും പ്രക്ഷുബ്ധകളും കാലുഷ്യങ്ങളും കൊണ്ട് നിറയുന്നു എന്ന് വന്നാൽ എവിടെയോ ഈ സമൂഹത്തിന് പാളിയിട്ടുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക എന്നതാണ് യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ തെറ്റുകൾ തിരുത്തുക. മനുഷ്യന് ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനുള്ള സാധ്യതകളുള്ള ഒരു ജീവിയായി നമ്മെ അള്ളാഹു സൃഷ്ടിച്ചു. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. മനസ്സിനെ അള്ളാഹു നമ്മുടെ കൈകളിൽ തന്നു. പക്ഷെ മനസ്സിൻ്റെ ബാലൻസ് അള്ളാഹു തന്നെ ഏറ്റെടുത്തു. മനസ്സ് ബാലൻസ് ചെയ്യുന്ന ജോലി അള്ളാഹു നമ്മെ ഏൽപ്പിച്ചില്ല. മനസ്സിൻ്റെ ബാലൻസ് പടച്ചോൻ നമുക്ക് തന്നു. ബാലൻസ് പോയാൽ നമ്മുടെ സങ്കേതം വേറെയാണ്. ബാലൻസ് ചെയ്തു അള്ളാഹു. പക്ഷേ ആ മനസ്സിൽ അള്ളാഹു നിക്ഷേപിച്ച നന്മയുടെയും തിന്മയുടെയും രണ്ട് വ്യത്യസ്തമായ ചിന്താധാരകളെ നന്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പോകുന്ന ആളുകളുടെ ജീവിതം വിജയമാകുമെന്നും തിന്മയുടെ താല്പര്യങ്ങൾക്ക്, ഇന്ദ്രിയ താല്പര്യങ്ങൾക്ക്, അതിൻ്റെ സുഖങ്ങളുടെ പുറകെ പോകുന്ന ആളുകൾ പരാജയപ്പെടുമെന്നും അള്ളാഹു പ്രഖ്യാപിച്ചു പോയതാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. നന്മയുടെ ഉണർവുകളെ, നന്മയുടെ നാമ്പുകളെ അതിനെ പരിപോഷിപ്പിച്ച് വളർത്തിയെടുത്തവൻ സക്കാഹ, നന്മയുടെ നാമ്പുകളെ വളർത്തിയവൻ. സക്ക എന്ന് പറയുന്ന പദത്തിന് അർത്ഥം രണ്ടാണ്. ഒന്ന് സംസ്കരിക്കുക, രണ്ടാമത്തേത് വളരുക, വളർത്തുക എന്ന. അതുകൊണ്ട് നമ്മൾ നമ്മുടെ നന്മയുടെ തോന്നലുകളെ, നമ്മുടെ ഉള്ളിൽ വളരെ ദുർബലമായി എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ എപ്പോഴും നന്മയുടെ തോന്നലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കും. ആ പൊടിയുന്ന ആ തോന്നലുകളെ കർമ്മം കൊണ്ട് ബലപ്പെടുത്താൻ വേണ്ടിയാണ് അള്ളാഹു തആല പദ്ധതികൾ തരുന്നത്. അള്ളാഹു നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന നന്മയുടെ വികാരങ്ങളെ, ഏത് വികാരങ്ങളും കർമ്മം കൊണ്ടാണ് ബലപ്പെടുക. കോപവികാരം, കോപത്തിനടിമപ്പെട്ട് പ്രവർത്തിക്കുന്നവർ കൂടുതൽ കൂടുതൽ കോപിഷ്ഠരാകും, അവർ ക്രൂരന്മാരായി മാറും. കാമവികാരം, ആ കാമവികാരത്തിന് കൂടുതൽ കൂടുതൽ അടിമപ്പെട്ട് ആ കാമാതുരമായ കർമ്മങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകൾ കൂടുതൽ കാമപ്രിയരായി മാറും. അവരുടെ ജീവിതമെന്ന് പറയുന്നത് തികച്ചും സദാചാര വിരുദ്ധമാകും. നമ്മുടെ ഉള്ളിൽ അള്ളാഹു തന്ന വികാരങ്ങളാണവ എന്നതുകൊണ്ടല്ല അങ്ങനെയായത്. ആ വികാരങ്ങൾക്ക് അടിമപ്പെടുന്നു എന്നതുകൊണ്ടാണ്. ഏത് വികാരങ്ങളാണോ നമ്മുടെ ഉള്ളത് ആ വികാരങ്ങളെ നമ്മൾ യഥാർത്ഥത്തിൽ ഏതിനെയാണ് വളർത്തുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വളർത്തുന്നത് കർമ്മം കൊണ്ടാണ്. സഹോദരങ്ങളെ നന്നായി മനസ്സിലാക്കണം. നന്മയുടെയും തിന്മയുടെയും വികാരങ്ങൾ വളരേണ്ടത് കർമ്മം കൊണ്ടാണ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ ദിവസവും 5 നേരത്തെ നിസ്കാരം തന്നത്? അത്യാവശ്യം ദീനീബോധവും നമസ്കാര ചിന്തയും ഒക്കെ ഉള്ള ആളുകൾ പോലും ചിലപ്പോഴൊക്കെ ആ ചിന്തകൾക്ക് അടിമപ്പെട്ട് 5 നേരം അങ്ങനെ തന്നെ നിസ്കരിച്ചോണമെന്നൊന്നുമില്ലല്ലോ. നമ്മൾ നിസ്കരിക്കുന്നവരാണല്ലോ. ഒരു സുബഹി ഒന്ന് ഉറങ്ങിപ്പോയാലെന്താ? അല്ലെങ്കിൽ തിരക്കിനിടയിൽ ഒരു ലൊഹറൊന്ന് മാറ്റിയാൽ അസർ വലിയ തിരക്ക് പിടിച്ച സമയമല്ലേ? ഇങ്ങനെയൊക്കെ വിചാരിച്ച് നിസ്കാരക്കാരുടെ പോലും നിസ്കാരം ഇടയ്ക്കിടയ്ക്ക് മുടങ്ങാനുള്ള കാരണം എന്താ? ഈ 5 ഇങ്ങനെ തന്നെ പോകണമെന്നെന്തപ്പോൾ നിർബന്ധം? ഒന്ന് കുറഞ്ഞാൽ കുഴപ്പമുണ്ടോ? എന്തിനാണ് അള്ളാഹു 5 തന്നത്? അള്ളാഹു തൻ്റെ റബ്ബാണെന്നുള്ള വിശ്വാസം അവൻ്റെ ഉള്ളിലുള്ള അദൃശ്യമായ ഒരു വികാരമാണ്, ബോധമാണ്. ഏതൊരു ബോധവും വളരണമെങ്കിൽ കർമ്മം വേണം. കർമ്മം കൊണ്ടേ ബോധം വളരൂ, ബോധമില്ലാത്തത് കൊണ്ടല്ല. ബോധത്തെ കർമ്മം കൊണ്ട് വളർത്തുകയാണ് ഇസ്ലാം. അള്ളാഹു തൻ്റെ സൃഷ്ടാവാണ്, അവൻ തന്നെ കാണുന്നുണ്ട്, അവൻ കൽപ്പിച്ചാൽ താൻ അനുസരിക്കേണ്ടവനാണെന്ന പൂർണ്ണമായ ബോധം തന്നിൽ നിലനിൽക്കണമെങ്കിൽ 50 നിസ്കാരം ശരിക്കും വേണ്ടേ? അത് പക്ഷേ വെട്ടി ചുരുക്കി തന്നു അള്ളാഹു. 5 നിങ്ങൾ നമസ്കരിച്ചെങ്കിലേ ഈ ബോധം നിലനിൽക്കൂ. ഇല്ലെങ്കിലോ അള്ളാഹുവിൻ്റെ അടിമയാണെന്നുള്ള ബോധം നമുക്ക് നഷ്ടപ്പെട്ടു. ഇതന്നെ പ്രശ്നം. ആ ബോധം നഷ്ടപ്പെട്ടാൽ ജീവിതം പ്രതിസന്ധികളിലേക്ക് വഴിമാറും.
ജീവിതം പ്രതിസന്ധികളിലേക്ക് വഴിമാറും. അത് വഴിമാറാതിരിക്കാനാണ് അല്ലാഹു തആല 5 നേരം നമസ്കരിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 5 നേരത്തെ നമസ്കാരത്തിന് ആരെങ്കിലും ഗ്യാരണ്ടി ആണെങ്കിൽ അവൻ്റെ ജീവിത പ്രശ്നങ്ങൾ മുഴുവൻ ഏറ്റെടുക്കൊള്ളാമെന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടിയാ. അപ്പോൾ ഈ ബോധത്തെ, അള്ളാഹു തൻ്റെ നാഥനാണെന്ന ബോധത്തെ നമസ്കാരം കൊണ്ട് കുറഞ്ഞത് 5 പ്രാവശ്യത്തെ പ്രവൃത്തി കൊണ്ട് നാം ബലപ്പെടുത്തണം. കർമ്മം ഈമാനെ ബലപ്പെടുത്തുന്നു. കർമ്മങ്ങൾ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നു. കർമ്മങ്ങൾ കാമത്തെ ബലപ്പെടുത്തുന്നു. കർമ്മങ്ങൾ കോപത്തെ ബലപ്പെടുത്തുന്നു. കർമ്മങ്ങൾ സ്നേഹത്തെ ബലപ്പെടുത്തുന്നു. ഈ സാധനമൊന്നും നാം കാണുന്നതല്ല. ഇതൊക്കെ മനുഷ്യൻ്റെ ഉള്ളിലെ വികാരങ്ങളും ബോധങ്ങളുമാണ്. ബോധങ്ങളെ വളർത്തുന്നത് കർമ്മങ്ങളാണ്. അതുകൊണ്ടാണ് അള്ളാഹു കർമ്മം തന്നത്. നിനക്ക് അള്ളാഹുവിൻ്റെ അടിമയാണെന്നുള്ള ബോധം നിലനിർത്തി അള്ളാഹുവിൻ്റെ പദ്ധതികൾക്കൊത്ത് പടച്ചവൻ്റെ സഹായത്തിൻ്റെ അനുരോധമായി നിനക്ക് ആരെയും നോക്കാതെ കണ്ണും പൂട്ടി ജീവിക്കണമെന്നുണ്ടോ? നിനക്ക് പടച്ചവനുണ്ടെന്ന ബോധം നിലനിർത്താൻ ആവശ്യമായ 5 നേരത്തെ നിസ്കാരം കൊണ്ട് ആ ബോധത്തെ പിടിച്ചു നിർത്തുക, ബലപ്പെടുത്തുക. സഹോദരങ്ങളെ, റമദാനിലെ നോമ്പ് നമുക്ക് പടച്ചവൻ തന്നിരിക്കുന്നത് അങ്ങനെയാണ്. റമദാനിലെ നോമ്പ് കൊണ്ട് നമ്മുടെ ഉള്ളിൽ ആവശ്യമുള്ള സംസ്കരണത്തിൻ്റെ ഒരുപാട് നമ്മുടെ നന്മയുടെയും തിന്മയുടെയും തോന്നലുകളെ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ശരിയും തെറ്റുമാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത്. മനുഷ്യനാകണമെങ്കിൽ ശരി തെറ്റ് ബോധം വേണം. ശരി തെറ്റ് ബോധം പോയാൽ മനുഷ്യൻ പോയി. കുറ്റബോധമില്ലാത്തവൻ മനുഷ്യനല്ല. കൊടും ക്രൂരതകൾ പ്രവർത്തിച്ചിട്ടും കുറ്റബോധം പോലും തോന്നാതെ ആ ക്രൂരതകളുടെ വഴിയെ സഞ്ചരിക്കുന്ന എത്രയോ മഹാക്രൂരന്മാർ ഇന്ന് ലോകത്തുണ്ട്. അവരുടെ മനസ്സിൽ കുറ്റബോധമില്ല, മനുഷ്യനല്ലാതായി കരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹു നമ്മെ സംസ്കരിക്കാൻ ആഗ്രഹിക്കുന്നത്. തെറ്റും ശരിയുമില്ല എന്ന നമ്മുടെ മനസ്സിൻ്റെ വിപരീതമായ തോന്നലുകളെ, മോശമായ തോന്നലുകളെ, ഫുജൂറിൻ്റെ തോന്നലുകളെ, തിന്മയുടെ തോന്നലുകളെ ശരിയും തെറ്റുമുണ്ട് എന്ന ബോധത്തിനൊത്ത് പ്രവർത്തിച്ചുകൊണ്ട് നാം മറികടക്കണം. അതാണ് അതിൻ്റെ വഴി. ശരിയും തെറ്റുമുണ്ട് എന്ന ബോധത്തിനൊത്ത് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ മറികടക്കണം. പ്രവർത്തിച്ചില്ലെങ്കിൽ ആ ബോധം ശക്തിപ്പെടുകയില്ല. പ്രവർത്തനം തിരിച്ചാണെങ്കിൽ മറ്റേ ബോധം ശരിയും തെറ്റുമില്ല എന്ന ബോധം ശക്തിപ്പെടും. ഇസ്തിഗ്ഫാർ എന്തിനാണ്? ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചുവല്ലോ, ഇസ്തിഗ്ഫാർ കുറ്റബോധം സൃഷ്ടിക്കാനാണ്. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. തെറ്റ് ചെയ്ത ഉടനെ തന്നെ പിന്താതെ വൈകാതെ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ് കുറ്റബോധം ഉണർന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ യാചിക്കുന്നവൻ്റെ പാപം അള്ളാഹു മാപ്പ് ചെയ്ത് കളയുമെന്ന. തെറ്റ് ചെയ്യാത്തവരെ മാത്രം രക്ഷിക്കാനല്ല അള്ളാഹു, മറിച്ച് തെറ്റ് ചെയ്യുന്ന പാപിയായ മുസ്ലിം കുറ്റബോധത്തോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അവനെ രക്ഷിക്കുന്നവനാണ് അള്ളാഹു. കുല്ലു ബനി ആദമ ഖത്ത. എല്ലാ ആദമിൻ്റെ മക്കളും പാപികളാണ്. എല്ലാ ആദമിൻ്റെ മക്കളും തെറ്റുകാരാണ്. തെറ്റ് ചെയ്യാത്തവരെന്നൊന്നും പറയാൻ മാത്രം ആർക്കുമാവില്ല. അള്ളാഹു കാവൽ നൽകിയ അപൂർവം വ്യക്തിത്വങ്ങൾ ഒഴിച്ചാൽ, പ്രവാചകന്മാരൊഴിച്ചാൽ അവർ മഅസൂമിങ്ങളാണ്. അള്ളാഹുവിൻ്റെ ചില ഔലിയാക്കളുണ്ട്, അവർ മഹ്ഫൂദീങ്ങളാണ്. അങ്ങനെ ചിലരൊക്കെ ഒഴിച്ചാൽ, പ്രത്യേകിച്ചും പ്രവാചകന്മാരുടെ ഇസ്മത്തിലാണ് തർക്കമില്ലാത്തത്. ആ വ്യക്തിത്വങ്ങൾ ഒഴിച്ചാൽ എല്ലാവർക്കും തെറ്റുകൾ വരും. പക്ഷേ ഒരു മനുഷ്യൻ തെറ്റ് സമ്മതിക്കുകയും തെറ്റിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നവനാ. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്നത് ചെറിയ കാര്യമായി ആരും കാണരുത്. പടച്ചവനെ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പടച്ചവനോട് ഏറ്റുപറയുന്നത് നിസ്സാരമാണെന്ന് കരുതരുത്. ചെറുതാകട്ടെ വലുതാകട്ടെ ചെയ്ത് ശീലിച്ച തെറ്റുകൾ ഇനി കുഴപ്പമില്ലെന്ന് തോന്നുന്നിടത്തേക്ക് നമ്മൾ എത്തുന്നതിന് കാരണം ആ തെറ്റ് ചെയ്തപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ തോന്നാത്തതാണ്. ഒരാളെക്കുറിച്ചൊരു മോശം പറഞ്ഞാൽ, ഒരാളെക്കുറിച്ചൊരു അപവാദം പറഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാലേ അവനോട് മാപ്പ് ചോദിക്കാൻ തോന്നൂ. പടച്ചവനെ ഞാൻ ചെയ്ത തെറ്റാണെന്ന്. പക്ഷെ പറഞ്ഞ് സഹോദരങ്ങളെ, ബക്കറ്റ് ഒന്ന് പരിഗണിക്കണം പ്രത്യേകം. നമ്മുടെ പരിശുദ്ധമായ റമദാനാണിത്. നമ്മളെ അള്ളാഹു ആത്മസംസ്കരണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഈ സമയത്ത്, നോമ്പ് കൊണ്ട് നമ്മുടെ അച്ചടക്കത്തിന് നമ്മളെ വിധേയമാക്കുന്ന സമയത്ത്, നമ്മുടെ സഹോദരങ്ങൾ നോമ്പുകാരാണ്. അവരുടെ ഇഷ്ടങ്ങളെ പടച്ചവന് വേണ്ടി മാറ്റിവെച്ച് നോമ്പ് വെച്ച് വന്ന് അവർ നോമ്പ് തുറക്കാനിരിക്കുമ്പോൾ അവർക്ക് അവരുടെ എണ്ണം നോക്കാതെ നമ്മുടെ ജമാഅത്ത് അവർക്ക്
തുറയ്ക്ക് വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട്. എണ്ണം കൂടുകയാണ്. നമ്മൾ കഞ്ഞിയും ചായയും കടിയുമൊക്കെ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം തറാവീഹ് വരെയൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ആ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ധാരാളം സഹോദരങ്ങൾ വരുന്നു. അവർക്ക് കൊടുക്കുന്ന ഈ ഭക്ഷണം അത് വലിയ നന്മയാണ്. അതിനുവേണ്ടി ചെലവ് ചെയ്യാനുള്ള മനസ്സ് നമ്മുടെ സംസ്കരണത്തിൻ്റെ, സക്കാത്തിൻ്റെ, തസ്കിയത്തിൻ്റെ അടയാളമാണ്. അവിടെ നമുക്ക് പിടുത്തം തോന്നുന്നുണ്ടോ എന്ന് ആലോചിക്കണം. അതുകൊണ്ട് എല്ലാവരും ഞാൻ പറയുന്നു, നോമ്പ് തുറയ്ക്ക് ആവശ്യമായ അളവിൽ നമുക്ക് തുക വന്നെത്തിച്ചിട്ടില്ല. സൂചിപ്പിക്കപ്പെട്ടുവെങ്കിലും എന്തോ ഗൗരവം കൽപ്പിച്ചിട്ടില്ല വേണ്ടത്ര നമ്മുടെ സുഹൃത്തുക്കൾ. അതൊക്കെ നടക്കുന്നുണ്ടാകുമെന്നാണ് കരുതുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് എല്ലാവരും നന്നായി ഒന്ന് സഹകരിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നോമ്പ് വെച്ചിട്ട് ആ സമയത്ത് വന്നിരുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദിക്ർ ചെയ്തുകൊണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞോട്ടെ, ആ വന്നിരിക്കുന്ന വെടി പറയാനല്ല കേട്ടോ, ദിക്റുകളും ദുആക്കളും ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങളെ നോമ്പ് തുറപ്പിക്കുന്ന സഹോദരങ്ങൾക്ക് അതിൻ്റെ പുണ്യം ലഭിക്കണം. അതുകൊണ്ട് അവിടെ വെറുതെ വന്നിരുന്നിട്ട് വെറുതെ വെടി പറയുകയും വേണ്ടാത്തത് പറയുകയും ചെയ്ത് സ്വന്തം നോമ്പ് നഷ്ടപ്പെടുത്തി നോമ്പ് തുറപ്പിക്കുന്നവരുടെ കൂലിയും കളയരുത്. അവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ പറയുകയാണ്, നന്മ ചെയ്തിട്ട് നമ്മൾ തിന്മ വിലയ്ക്ക് വാങ്ങരുത്. അതുകൊണ്ട് ഞാൻ അതുകൂടി ചേർത്ത് സന്ദർഭം പോലെ പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് എല്ലാവരും ബക്കറ്റിൽ നല്ല നിലയിലൊന്ന് നിങ്ങളുടെ കയ്യിലുള്ള സംഭാവനകൾ നന്നായി നിക്ഷേപിച്ചുകൊണ്ട് നോമ്പ് തുറ ഓരോരുത്തരും ആവുന്നവർ സ്വന്തം നിലയ്ക്ക് ഏറ്റെടുത്തുകൊണ്ട്, ഒന്നും വലിയ പ്രയാസമുള്ളതൊന്നുമല്ല, ആർക്കും സാധിക്കുന്നതാണ് ഒരു നോമ്പ് തുറ ഏറ്റെടുക്കുക എന്നുള്ളത്. ഇന്ന് ആർക്കും സാധിക്കും ഒരു നോമ്പ് തുറ ഒരു ദിവസത്തെ ഏറ്റെടുക്കാൻ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ട് ഇനി നോമ്പ് തുറയ്ക്ക് ആളായില്ല എന്ന് പറയപ്പെടേണ്ട ഒരവസ്ഥ ഈ ആലുവ പോലുള്ള ഒരു പള്ളിയിൽ വരരുത് എന്ന് വിനീതമായി പറയാൻ ആഗ്രഹിക്കുക. നിങ്ങൾ എന്താവശ്യം പറഞ്ഞാലും നന്നായിട്ട് കൊടുക്കുന്നവരാണല്ലോ. 1,00,000 ലക്ഷത്തിനപ്പുറമൊക്കെ നിങ്ങൾ കൊടുക്കുന്നവരാണ്. നമ്മുടെ സഹോദരങ്ങൾ കൊടുക്കുന്നവരാണ്. അവരുടെ സക്കാത്തിൻ്റെ വിഹിതം കൊടുക്കുന്നവരാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വലിയ തുക സക്കാത്താണ് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ ഏൽപ്പിച്ചു. അങ്ങനെയുള്ള മനസ്സിൻ്റെ ഉടമകളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് ഈ ഒരു കൊച്ചു കാര്യത്തിന് വേണ്ടി ഇനിയും ആവർത്തിച്ച് പറയാൻ ഇടയാക്കാതെ നിങ്ങളിതൊന്ന് ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത് തസ്കിയത്താണ്, ഒരു സംശയവും വേണ്ട. മനുഷ്യൻ തെമ്മാടിയാകുന്നത് അവൻ മുതലാളിയാണെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. തൻ്റേതാണ് പണം എന്ന് വിചാരിക്കുന്നു. താനൊരു മുതലാളിയാണെന്ന് വിചാരിച്ചാൽ അവൻ തെമ്മാടിയാകാൻ വേറൊന്നും വേണ്ടെന്നാ അല്ലാഹു തആല പറയുന്നുണ്ട്. അതുകൊണ്ട് പണം തൻ്റേതാണെന്നുള്ള ബോധത്തോട് നമുക്ക് സമരം ചെയ്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് തന്ന ധനം നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് കൊടുക്കൂ എന്നല്ല പറയുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, പണം പണിയെടുത്തവന് മാത്രം കിട്ടുന്നതല്ല, അള്ളാഹ് തന്നതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ ധനമുള്ളത്. അത് കൊടുക്കണം. അത് കൊടുത്തുകൊണ്ട് തസ്കിയത്ത് ആർജിക്കുക തന്നെ വേണം. ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഖുദ് മിൻ അംവാലിഹിം സദഖ, നബിയെ അവരുടെ ധനത്തിൽ നിന്ന് അങ്ങ് സദഖ ദാനം പിടിച്ചെടുത്തോളൂ, അങ്ങ് പിടിച്ചെടുക്കുക. സമൂഹത്തിൽ നിന്ന് ശക്തമായി സംഘമായി തന്നെ അങ്ങ് പിടിച്ചെടുത്തോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ, ധനം പിടിച്ചെടുക്കൂ നബി അവരുടെ കയ്യിൽ നിന്ന്. കാരണം ഈ ധനത്തോടാണ് അവർക്ക് പ്രശ്നം. ഒരു സഹാബി, അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ച് മുതലാളിയായ സഹാബി സഅലബത്ത് പണം കൊടുക്കാൻ സക്കാത്ത് ചോദിച്ചപ്പോൾ മുതലാളിയായി, വല്ലാത്ത മുതലാളി, നാട്ടിലേറ്റവും വലിയ മുതലാളി. സക്കാത്ത് ചോദിച്ചപ്പോൾ കൊടുത്തില്ലെന്ന ഒറ്റ കാരണം കൊണ്ട് പിന്നീട് അദ്ദേഹം കാഫിറായി ചത്തുപോയി എന്നുള്ളതാണ് കഥയെങ്കിൽ, ധനത്തോടുള്ള അള്ളിപ്പിടുത്തത്തിൽ നിന്ന് മോചനം നേടുമ്പോഴേ റമദാനിലെ തസ്കിയത്തും റമദാനിലെ തഖ്വയും നമ്മൾ ആർജിക്കുന്നുള്ളൂ. പണമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. പണമാണ് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ ശത്രു. അത് തന്നെയാണ് മിത്രവും, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ പണമെന്ന ശത്രുവിനെ നന്മയുടെ വഴിയിൽ, അള്ളാഹു ആവശ്യപ്പെടുന്ന വഴിയിൽ, അള്ളാഹു നിർബന്ധിച്ച് ആവശ്യപ്പെട്ട വഴികളിലൊക്കെ ഉദാരമായി ചെലവഴിക്കാൻ മടിയില്ലാത്ത മനസ്സെന്നുണ്ടാകുന്നു അന്ന് തഖ്വയായി. ആ തഖ്വയുടെ ഉടമ അള്ളാഹുവിനോട് അടുത്ത് കഴിഞ്ഞു. അവനും അള്ളാഹുമായുള്ള ആ ബന്ധത്തിൽ, ദൃഢബന്ധത്തിൽ അവൻ്റെ സമസ്ത പ്രശ്നങ്ങൾക്കും അള്ളാഹു മതിയായവനാകും. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹു തൻ്റെ ദാസന് പോരെ, മതിയായവനല്ലേ എന്നുള്ള ചോദിക്കുന്നുണ്ട്. അബ്ദ എന്നാണ് അള്ളാഹു തആല അവിടെ ചോദിക്കുന്നത്. തനിക്ക് വിധേയനായ അടിമയ്ക്ക്, താൻ്റെ അള്ളാഹുടെ അബ്ദാണെന്ന് വിചാരിച്ചവന്, അബ്ദിന് അള്ള പോരെ, അബ്ദായാൽ അള്ള മാത്രം മതി. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി, അള്ളാഹുവിൻ്റെ റസൂലെന്ന അബ്ദിനെ അള്ളാഹു ആകാശത്തേക്ക് ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്കും ആകാശസീമകളിലേക്കും യാത്ര ചെയ്യിച്ചു.
അവിടെ തന്നെ ബീഹി വ റസൂലിഹി എന്ന് പറയാം അള്ളാഹ്ക്ക്. പക്ഷെ അവിടെ അള്ളാഹ് കൃത്യം തിരഞ്ഞെടുത്ത, അള്ളാഹു ചൂസ് ചെയ്ത പദം വ്യാബുദിഹി, അബുദായതുകൊണ്ടാണ്. ഇത്ര വലിയ ഒരു അബുദ്, എത്ര അബുദാകുന്നോ അത്ര കൊണ്ട് അള്ളാഹുവിനോടും ആകാശത്തോടും നമ്മൾ ഉയരും. അബുദീയത്താണ്, പണത്തിലുള്ള അബുദീയത്ത്. പണം തൻ്റേതാണെന്ന് ഒരു നിമിഷവും കരുതി പോകരുത്. എപ്പോഴെങ്കിലും ഈ പണം എൻ്റെതാണെന്ന് വിചാരിച്ചാൽ ആ പണം കാള സർപ്പം പോലെ തിരിഞ്ഞുകൊത്തും. മക്കളെക്കുറിച്ചും തോന്നിപ്പോകരുത്, ആ മക്കൾ തിരിഞ്ഞുകൊത്തും. ഭാര്യയെക്കുറിച്ചും തോന്നിപ്പോകരുത്, റബ്ബിൻ്റെ നിഅമത്താണെന്നതിനപ്പുറം അത് തിരിഞ്ഞുകൊത്തും. തഖ്വ എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ അതിജീവിക്കുന്ന മാനസികാവസ്ഥയുടെ പേരാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതറിയണം. ഖുദ് മിൻ അംവാലിഹിം സദഖ, അവരുടെ ധനത്തിൽ നിന്ന് സദഖ വാങ്ങൂ നബിയെ, പിടിച്ചെടുത്തോളൂ നബിയെ, ധൈര്യമായിട്ട് പിടിച്ചെടുത്തോ. ഈമാനുള്ളവരിൽ നിന്ന് പിടിച്ചെടുക്കാം, കൊടുക്ക് എന്ന് ധൈര്യപൂർവ്വം പറയാം. പിടിച്ചു വാങ്ങാൻ തന്നില്ലെങ്കിൽ അവനെ വിട്ടേക്കാം. ഒറ്റ കാരണം മതി അവൻ തകർന്നു പോകാൻ. എന്തിനാണത്? തുതഹിറുഹും, അവരെ ആ ധനം, അങ്ങ് പിടിച്ചെടുക്കുന്ന ധനമാണ് മടിയേതുമില്ലാതെ അങ്ങയുടെ കൈകളിലേക്ക് വച്ചു നീട്ടാൻ കഴിക്കുന്ന ആ മാനസികാവസ്ഥയാണ് അവരുടെ മനസ്സിന് സംസ്കരണം നൽകുന്നത്. വതുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കുന്നതും. സംസ്കരണവും ശുദ്ധീകരണവും ധനം കൈവിട്ട് കൊടുക്കാനുള്ള മനസ്സിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. ഇന്ന സലാത്തക സക്കനുല്ലഹും, എന്നിട്ട് അങ്ങ് അവർക്ക് വേണ്ടി ചെയ്യുന്ന ദുആ അവർക്ക് ശാന്തി പകരും, സമാധാനം നൽകും. പണം അള്ളിപ്പിടിച്ചിട്ട് പടച്ചവനോട് ദുആ ചെയ്തിട്ട് സക്കാത്ത് വീടാതെ, സദഖ വീടാതെ, സദഖത്തുൽ ഫിത്ർ വീടാതെ, സാധുക്കൾ ആവശ്യം പറഞ്ഞു വരുന്നവർക്ക് കൊടുക്കാൻ വകയുണ്ടായിട്ടും കൊടുക്കേണ്ടത് കൊടുക്കാതെ ദുആ ചെയ്തിട്ട് കാര്യമില്ല. പിടിച്ചെടുക്കുക നബിയെ ധനം അവരിൽ നിന്ന്, അതവരെ സംസ്കരിക്കും, ശുദ്ധീകരിക്കും. ഇന്ന സലാത്തക സക്കനുല്ലഹും, താങ്കൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ദുആ സഫലമാവുകയും ചെയ്യും. സദഖ കൊടുത്തവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, സദഖ ഏറ്റുവാങ്ങിയ, അതിൻ്റെ ഉത്തരവാദി ചെയ്യുന്ന ദുആ അള്ളാഹു കബൂലാക്കും. സദഖ തന്ന, സക്കാത്ത് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു ഐശ്വര്യത്തിൻ്റെ, അഭിവൃദ്ധിയുടെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ വാതിലുകൾ അള്ളാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. ദുആ ചെയ്യണം സഹോദരങ്ങളെ. സദഖ തരുന്നവർ, സക്കാത്ത് തരുന്നവർക്ക് വേണ്ടി ഇന്ന സലാത്തക സക്കനുല്ലഹും, ദുആ ചെയ്യണം. നമ്മൾ വെറുതെ മേടിച്ച് പോക്കറ്റിലിട്ടാൽ പോരാ. രണ്ടാമത് ചോദിക്കുമ്പം വിചാരിച്ചത്ര കിട്ടിയില്ലെങ്കിൽ അവനെ തെറി പറഞ്ഞാലും പോരാ. അങ്ങനെയാണല്ലോ സദഖ വാങ്ങുന്നവരുടെ ഇപ്പോഴത്തെ സ്വഭാവം. ആദ്യം കൈനിറ കിട്ടി, ചോദിച്ചപ്പോൾ കൊടുത്തു, പിന്നെ ചെന്നപ്പോൾ അത്രയും കിട്ടിയില്ല, പിന്നെ തെറിയായിരിക്കും, പിന്നെ അവനെ കണ്ടാൽ മിണ്ടൂല. ഇമ്മട്ടിലല്ല നമ്മളാകേണ്ടത്. കിട്ടിയതിൻ്റെ പേരിൽ ദുആ ചെയ്യണം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട്. ആ മാനസികാവസ്ഥ നമുക്കും ഉണ്ടാകണം. കൊടുക്കാനുള്ള മനസ്സ് നമ്മുടെ സഹോദരങ്ങൾക്കും ഉണ്ടാകണം. അഖീമുസ് സലാത്ത വആതു സക്കാ എന്ന് നിസ്കാരത്തോട് അള്ളാഹു 27 ഇടങ്ങളിലെന്നോ 30 ഇടങ്ങളിലെന്നോ പറയപ്പെടുന്നു. ചേർത്ത് പറഞ്ഞ നിസ്കാരത്തെ നിലനിർത്തിയിട്ട് സക്കാത്തിനെ അവഗണിക്കാൻ ആര് പറഞ്ഞു? അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഒരു മുഅ്മിനാകണമെങ്കിൽ അവൻ സക്കാത്തിന് വേണ്ടി, തൻ്റെ സംസ്കരണത്തിന് വേണ്ടി പാടുപെടുന്ന വല്ലദീന ഹും ലിസ്സക്കാത്തി ഫാഇലൂൻ വല്ലദീന ഹും ലിസ്സക്കാത്തി ഫാഇലൂൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് കടന്നു വരാൻ വറഹ്മതി വസിഅത്ത് കുല്ല ഷൈ, എൻ്റെ റഹ്മത്ത് എല്ലാത്തിനെയും മൂടി നിൽക്കുന്നുണ്ട്, കവിഞ്ഞു നിൽപ്പുണ്ട്. പക്ഷേ ഫസഅക്തുബുഹ, നാം അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആർക്കെന്നറിയോ? ലില്ലദീന യത്തഖൂൻ, തഖ്വ കൈവരിച്ചവർക്കേ ആ റഹ്മത്ത് അങ്ങോട്ട് ചെല്ലൂ എന്ന് ഞാൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അത് ക്ലോസ്ഡ് ആണ്. അത് ഓപ്പൺ ആകണമെങ്കിൽ റഹ്മത്ത് നിങ്ങളിൽ നിന്നുണ്ടാകണം. വയുഅ്തൂന സക്കാ, സക്കാത്തും കൊടുക്കുന്നവർക്കേ റഹ്മത്ത് വരൂ. റഹ്മത്തിന് വേണ്ടി നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. വ്യക്തിപരമായ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിനും കുടുംബക്കാരുണ്യത്തിനും, കുടുംബത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും, മക്കളെ ചൊല്ലിയും, സമൂഹത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും, രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ചും, രാഷ്ട്രാന്തരീയ പ്രശ്നങ്ങളെക്കുറിച്ചും കാരുണ്യത്തിന് യാചിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് അള്ളാഹു രേഖപ്പെടുത്തി പോയിരിക്കുന്നു, മാറ്റമില്ല. പിന്നെ കുത്തിബാലൈക്കുമു സിയാം, നോമ്പ് രേഖപ്പെടുത്തി. കുത്തിബാലൈക്കുമുൽ ഖിതാൽ, നോമ്പ് രേഖപ്പെടുത്തി. നിസ്കാരം കിതാബ് മൗഖൂത്ത, അതിനൊക്കെ ഉപയോഗിച്ച അതേ കിതാബാണ് ഇവിടെ അള്ളാഹ് പറഞ്ഞത്. എന്ത്? റഹ്മത്തെല്ലാം ഇങ്ങനെ പടർന്ന് നിൽക്കുകയാണത്. പക്ഷെ അതൊന്ന് ഇറങ്ങി വരണമെങ്കിൽ തഖ്വയുള്ളവർക്ക്, അതുപോലെ തന്നെ യുത്തൂന സക്കാത്ത് കൊടുത്തവർക്ക് അത് ഇറങ്ങി വരാവൂ എന്ന് ഞാൻ രേഖപ്പെടുത്തി ലിഖിതം ചെയ്തു പോയിരിക്കുന്നു. ഞാനത് മാറ്റൂല. അതുകൊണ്ട് സൂക്ഷിക്കുക. നമുക്ക് ആർജിക്കേണ്ടത് തഖ്വയാണ്. ഈ മാസം വിട പറയുമ്പോൾ നമ്മുടെ ഉണരണം. പടച്ചവനോടുള്ള ബന്ധം സ്ഥാപിക്കാൻ, എൻ്റെ റബ്ബേ എന്ന്, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ റബ്ബേ എന്ന് വിളിച്ചാൽ റബ്ബ് നമുക്ക് ഉത്തരം തരണം. ഒരാളോടും ഒരു കാര്യവും ആവശ്യപ്പെടേണ്ടി വരാത്ത വിധം സുഗമമായി
കാറ്റിൽ പറക്കുന്ന ഇലകളെപ്പോലെ സുഗമമായി ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവൻ്റെ പേരാണ് മുസൽമാൻ. ആരുടെയും സഹായം വേണ്ട, അള്ളാഹ് മാത്രം മതി എന്ന വിധത്തിൽ ജീവിക്കാൻ കഴിയും. തഖ്വ എത്ര അളവിലുണ്ടോ, സാമ്പത്തികത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് എത്രമാത്രം അവൻ്റെ മനസ്സ് മുക്തമാക്കിയിട്ടുണ്ടോ. ഖദ് അഫ്ലഹ മൻ തസക്ക, ആത്മാവ് സക്കാത്ത് നേടിയവൻ, വളർച്ചയും വിശുദ്ധിയും നേടിയവൻ, അവൻ വിജയിച്ചു എന്നാണ് അള്ളാഹു പറയുന്നത്. അവൻ വിജയിച്ചു എന്ന് അള്ളാഹ് പറയുക. ഹയ്യാൽ ഫലാഹ്, ഫലാഹിനുവ എന്ന് പറയുന്ന അഫ്ലഹ, ആ ഫലാഹ് കിട്ടി ആർക്ക്? തസക്ക ആയവർക്ക്, സംസ്കരണം നേടിയവർക്ക്. സക്കാത്തിൽ സംസ്കരണമാണ്, വളർച്ചയാണ്. വളർച്ച നേടി, സംസ്കരണം നേടി. പണത്തിൻ്റെ അടിമത്തം, ധനപൂജ, അതാണ് ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ പ്രശ്നം. ഇന്ന് ലോകത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിൻ്റെ കാരണം എന്താ? ഇറാൻ യുദ്ധത്തിൻ്റെ കാരണം എന്താ? പണക്കൊതി പൂണ്ട പിശാചുക്കൾ വെനസ്വേലയെ കീഴ്പ്പെടുത്തിയത് എന്തിനാണ്? എണ്ണ പിടിച്ചെടുത്ത് എണ്ണവില താൻ നിയന്ത്രിക്കുമെന്ന പണക്കൊതി. അല്ലാതെ ഒരു പ്രശ്നവുമില്ലല്ലോ. പണക്കൊതി സംസ്കരണത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. മനുഷ്യനെ പിശാചാക്കി മാറ്റുമെന്നുള്ളതിൻ്റെ ദുരന്താനുഭവങ്ങളുടെ നടുവിലൂടെ നാം മുസ്ലിം ലോകവും കടന്നുപോയിക്കൊണ്ടിരിക്കുക. പണക്കൊതി മൂർത്ത നരാധമന്മാർ ലോകത്തുണ്ടാക്കുന്ന ദുരന്തങ്ങളുടെ കെടുതികൾ നമ്മളും എൻ്റെയും നിങ്ങളുടെയും മക്കളും ഗൾഫിന് പോകാൻ ഫ്ലൈറ്റ് ബ്ലോക്കായി മുടങ്ങിയെന്നും പറഞ്ഞ് ഞാനും നിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുക. പണപ്രാന്ത് മൂത്ത കുറേ നരാധമന്മാർ, പിശാചുക്കൾ ലോകത്തുണ്ടാക്കുന്ന തിന്മകളല്ലാതെ വേറെന്താണ്? ഇതിനെ നമ്മൾ മറികടക്കണം. അവരെ പഴിച്ചിട്ട് കാര്യമില്ല. നമുക്കുണ്ടോ പണം? തന്ന പണം എത്ര അളവിലാണോ അതിൻ്റെ അളവിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തീകരിക്കാൻ നമുക്കാവുന്നുണ്ടോ എന്ന കാര്യം വളരെ പ്രധാനമാണ്. അള്ളാഹ്ക്ക് വേണ്ടി പണം കൊടുത്താൽ എല്ലാ സംസ്കരണവും വരും. കാരണം എന്താ? നിസ്കാരം സംസ്കരണമാണ്. നിസ്കാരവും വേണം, സക്കാത്ത്. അള്ളാഹു 5 കാര്യം പറഞ്ഞാൽ 5ഉം ചെയ്താലേ സംസ്കരണം പൂർത്തിയാവുള്ളൂ. സക്കാത്ത് മാറ്റി വെച്ചിട്ട് പറ്റൂല. നീ ചില സക്കാത്ത് കൊടുക്കും, നിസ്കാരത്തിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, സാമ്പത്തിക കാര്യം ഇല്ല ഇല്ല ഇല്ല. സാമ്പത്തിക പരിപാടിക്ക് വേണ്ടി നന്നായി പണിയെടുത്ത് അവൻ്റെ റമദാനൊക്കെ അതിനു വേണ്ടി ഒഴിഞ്ഞിട്ടു, നിസ്കാരത്തിൽ നിനക്ക് സംസ്കരണം കിട്ടൂല. 5 എണ്ണം അള്ള വെച്ചതല്ലേ, ഒരെണ്ണം കുറയ്ക്കാൻ നിനക്കെന്താ അവകാശം? നോമ്പ് അള്ള വെച്ചതല്ലേ, ഒരെണ്ണം കുറയ്ക്കാൻ നിനക്കെന്താ അവകാശം? അള്ളാഹു ഈ പദ്ധതിയെ, ഈ പ്രൊജക്റ്റ് പൂർത്തീകരിക്കുന്നത് 5 നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ്. 5 എണ്ണം തന്നേക്ക്. ഹജ്ജും ചെയ്യണം, ചെയ്യേണ്ട സമയത്ത് ചെയ്തിരിക്കണം. ഷഹാദത്ത് ഏറ്റവും പ്രധാനമാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ദാസന് താൻ തൻ്റെ റബ്ബാണെന്ന ബോധ്യം അവൻ്റെ ഉള്ളിലുറയ്ക്കുന്നതിനേക്കാൾ പടച്ച തമ്പുരാന് തുർലൂന ബിഹിമാ റബ്ബക്കും, പരമിഷ്ടമുള്ള വേറൊന്നുമില്ല. എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്ന് ബോധ്യപ്പെടുത്തുന്ന, സാക്ഷ്യപ്പെടുത്തുന്ന ജീവിതം, അതാണ് ഷഹാദത്ത്. ഷഹാദത്ത് അഷ്ഹദു എന്ന് പറഞ്ഞാൽ ഉറക്കെ പറയലല്ല, പറയലൊരു പ്രഖ്യാപനമാണ്, ബോധം സൃഷ്ടിക്കലാണ്. ആ ബോധത്തെ കർമ്മം കൊണ്ട്, നമസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും സക്കാത്ത് കൊണ്ടും ഹജ്ജ് കൊണ്ടും സാക്ഷാത്കരിക്കലാണ് ഷഹാദത്ത്. ഷഹാദത്തിൽ ഇതെല്ലാണ്ട്. ബോധ്യത്തെ സാക്ഷാത്കരിക്കുന്നത് നമസ്കാരം കൊണ്ടാണ്, സക്കാത്ത് കൊണ്ടാണ്, സൗമ് കൊണ്ടാണ്, ഹജ്ജ് കൊണ്ടാണ്. കർമ്മം കൊണ്ട് ബലപ്പെടുത്തണം ഈ ബോധത്തെ. അങ്ങനെ ആകുമ്പോൾ ഷഹാദത്തായി. ഈ 5 കാര്യവും നമ്മളിൽ സമഗ്രമായി തീർന്നാൽ പിന്നെ ഒന്നും പേടിക്കണ്ട. ഏത് പണക്കൊതിയൻ്റെ നരാധമൻ്റെ ഭീകരാക്രമണത്തെയും പേടിക്കേണ്ടി വരില്ല. പക്ഷെ മുസ്ലിം ലോകം അതിനൊത്തുയരണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് സക്കാത്തിൻ്റെ അർഹതപ്പെട്ട ആളുകൾ അതിന് നമ്മുടെ സംഘടിത സക്കാത്ത് മഹല്ല് കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായ ശ്രദ്ധയോടുകൂടി നിങ്ങളവിടെ ഏൽപ്പിക്കണം എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. അത് ശരിയായ അവകാശികളിലേക്ക് സംഘമായി എത്തിച്ച് അതിൻ്റെ പ്രയോജനം ലഭ്യമാകുന്നതിന് അത് വളരെ പ്രയോജനപ്പെടുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ലോഭവും വേണ്ട. വേണ്ടാത്തതിൽ പണം ആവശ്യത്തിലേറെ ചെലവഴിച്ച് പണം പൊടിക്കാൻ മടിയില്ലാത്തവർ കാറ് വാങ്ങാൻ, വീട് വാങ്ങാൻ, കല്യാണം നടത്താൻ, അനാവശ്യങ്ങളിൽ പണം പൊടിക്കുമ്പോൾ ആവശ്യങ്ങളിൽ 10 പൈസ ചെലവഴിക്കാൻ കഴിയാത്ത വിധത്തിൽ ധനക്കൊതി മൂത്ത് അത് തനിക്കും തൻ്റെ കെട്ടിയോക്കും കുട്ടിയോക്കും മാത്രമുള്ള മനോഭാവമായി കഴിയുന്നവർ ഒരു കാലത്തും ആർജിക്കുന്നില്ല സംസ്കരണം എന്ന ബോധം. അള്ളാഹു നമ്മളിൽ നിന്ന് സംസ്കരണമാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളിത് സൂക്ഷിക്കണമെന്ന് പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ബദറിൻ്റെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബദറിൻ്റെ ദിനം നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, പകൽ പട്ടിണിയിരുന്നു കൊണ്ട് ലോകത്താദ്യമായി ഒരു സംഘത്തെ, തങ്ങളെക്കാൾ 3 ഇരട്ടി വരുന്ന ഒരു സംഘത്തെ നേരിടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ പട്ടിണിക്കാരെ ഇറക്കിക്കൊണ്ടു പോകുന്ന ഒരു അത്ഭുതത്തിൻ്റെ പേരാണ് പട്ടിണി. ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ ശരീരത്തെ പുറം കൊണ്ട് തളർത്തുമെങ്കിലും
ആത്മാവിനെ അകം കൊണ്ട് കാതനുണ്ടാക്കും, കരുത്തുണ്ടാക്കും എന്ന വലിയ സത്യത്തെ ബദർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബർ. ബദറിന് ഏകദേശം 7 കൊല്ലം മുമ്പ് മക്കയിൽ വെച്ചിറങ്ങിയ സൂറത്തുൽ ഖമറിലെ 45-ാമത്തെ ആയത്താണ്. സയുഹ്സമുൽ ജംഉ, വലിയ സംഘം പരാജയപ്പെടുത്തപ്പെടും, വയുവല്ലൂന ദുബർ, അതുവരുടെ അടിവേരറുക്കപ്പെടുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബാക്കളെയും തുടച്ചു നീക്കാൻ അബൂജഹൽ വന്നിട്ട് ബദറിൽ വെച്ച് വീരവാദം മുഴക്കിയിട്ട് അവൻ പറഞ്ഞത് നഹ്നു നന്തസിർ, ഞങ്ങൾ വിജയിക്കും മിൻ മുഹമ്മദിൻ വാ സഹാബി എന്നാണ്. ഇതിൻ്റെ ഉത്തരം 7 കൊല്ലം മുമ്പേ പറഞ്ഞു. സയുഹ്സമുൽ ജംഉ, മഹാസംഘം തുരത്തി ഓടിക്കപ്പെടും, വയുവല്ലൂന ദുബർ, അവരുടെ അടിവേരറുക്കപ്പെടുമെന്ന്. ബദറിൽ ഈ വീരവാദം മുഴക്കി പടയെടുത്ത് വന്ന 3 ഇരട്ടിയുള്ള അബൂജഹലും ഉത്ബത്തും ഷൈബത്തുമെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങളിൽ വീണ് മരിച്ച മഹാസംഭവത്തിന് സാക്ഷിയായ ബദർ ഇന്നത്തെ ദിവസമാണ്, നാളത്തെ ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ആ ഓർമ്മകൾ നമുക്കുണ്ടാകണം. പോരാട്ടത്തിൻ്റെ ഭൂമിക ലോകത്ത് പരന്നൊഴുകുകയാണ്. പോരാട്ടം ലോകത്തൊരു കാലത്തും അവസാനിക്കില്ല. പ്രത്യേകിച്ചും യഹൂദീ നസാറാക്കൾ സത്യത്തിനെതിരിൽ എന്നും പൊരുതിക്കൊണ്ടിരിക്കുമെന്നാണ് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ജൂത നസാറാക്കളെ ഉറ്റമിത്രങ്ങളാക്കരുത്. ലാ തത്തഖിദുൽ യഹൂദ വന്നസാറാ ഔലിയാ, ജൂത നസാറാക്കളെ ഉറ്റമിത്രങ്ങളാക്കരുത്. ഖുർആൻ്റെ പ്രഖ്യാപനമാണ്. നമുക്കൊരു തെറ്റേ പറ്റിയിട്ടുള്ളൂ, ഇവരെ നമ്മുടെ താക്കോൽ സ്ഥാനങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. അറബി നാടുകളിലെ കമ്പനികൾ അറബിയുടെ അരമന പോലും നിയന്ത്രിക്കുന്നത്, ഞാൻ അറിഞ്ഞത് UAE പ്രതിരോധം ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ യൂറോപ്യൻ കമ്പനിയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രധാനമന്ത്രിക്ക് റോളില്ല, പ്രതിരോധ മന്ത്രിക്ക് പോലും റോളില്ല. UAE നിയന്ത്രിക്കുന്നത് ക്രിസ്ത്യാനിയാണ്, യഹൂദനും നസ്രാനിയുമാണ്. അതിൻ്റെ സൈന്യം അവരുടെ കൈകളിലാണ്. ആ നിലയിൽ ലാ തത്തഖിദു, അതിൻ്റെ ദുരന്തമല്ലേ? മിലിറ്ററി ബേസുകൾ സ്ഥാപിച്ച് ഇന്ന് ഇറാനെ കയറി ആക്രമിച്ച് തിരിച്ചടികൾ, ആ നാടുകൾ കൊള്ളുന്നതും കൊടുക്കുന്നവനും ഒരുപോലെ ഒരു സമൂഹമാക്കി തീർക്കുന്ന യഗ്ദിറൂൻ. ഹദീസുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരമില്ല. വലിയ ബനുൽ അസ്ഫറുമായി, യൂറോപ്യന്മാരുമായി നിങ്ങളൊരു വലിയ സന്ധി ചെയ്യും, നിങ്ങൾ ഒരുമിച്ച് യുദ്ധം ചെയ്യും, ഒരു പൊതുശത്രുവിനെതിരെ, തീവ്രവാദത്തിനെതിരെ എന്നും പറഞ്ഞ് ഫയഗ്ദിറൂൻ, അവരെന്നിട്ട് ചതിക്കുമെന്ന പച്ചയായ ഹദീസുകളടക്കം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അവരോട് സഹകരിക്കേണ്ടതെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. സാധാരണ സഹകരണത്തിന് ഉറ്റമിത്രമാക്കി നമ്മുടെ കീ പോസ്റ്റുകളിൽ അവരെ ഏൽപ്പിക്കുന്ന പണി അതേ നമുക്കുള്ളൂ. കീ പോസ്റ്റ് അവനാ, ബാക്കിയൊക്കെ നമ്മുടെ ആളുകൾക്ക് അവിദഗ്ധ തൊഴിലാളികളായിട്ട് നമ്മളെ വയ്ക്കും. ഇത് ചെയ്യരുതേ എന്നാ. പണ്ടാരോ ചോദിച്ചു, നിങ്ങളുടെ ഖുർആൻ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് എന്നോട്. ഞാൻ പറഞ്ഞു, അത് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളുടെ ഖുർആൻ സത്യമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നത്. കാരണം അതാണല്ലോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഉറ്റമിത്രമാക്കിയതിൻ്റെ തല്ലാണല്ലോ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കണേ. അതുകൊണ്ട് മാത്രമാണ് ഈ ഖുർആൻ സത്യമെന്ന് ഞാൻ പറയുകയുണ്ടായി. അതുകൊണ്ട് ഒരു മുഅ്മിൻ ഇന്ന് വളരെ വേദനയിലാണ്. പക്ഷേ ഈ പൊരുതലിൽ ബദർ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഐക്യം കൊണ്ടാണ് ബദർ വിജയിച്ചത്. അള്ളാഹുവിൻ്റെ റസൂലെ എല്ലാവരും ഒത്തുനിൽക്കുമെന്ന് ഉറപ്പുവരുത്താൻ നടത്തിയ അനുരഞ്ജന ശ്രമങ്ങളുടെ ചരിത്രം പഠിക്കുന്നവർക്കതറിയാം. ഒരുമിപ്പിച്ച് നിർത്തി ഉള്ള ആളുകളെ അപ്പുറത്ത് എത്രയുണ്ടെന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിന് പ്രശ്നമല്ല. കാരണം സഹായ വാഗ്ദാനം അള്ളാഹുവിൻ്റെതാണ്. ഈ ഓർമ്മകളിലേക്ക് ആത്മസംസ്കരണം ആർജിച്ച് സാമ്പത്തികത്തോടുള്ള അടിമത്വത്തിൽ നിന്ന് ധനപൂജയുടെ അടിമകൾ ലോകത്തെ നശിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ധനപൂജയെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ അനൈക്യത്തിൻ്റെ കഥകൾ പറയണ്ടല്ലോ. 13,000-ലധികം യുദ്ധവിമാനങ്ങളാണ്, 11 വിമാനവാഹിനികൾ, 13 ലക്ഷം സജീവ സൈനികർ, 8 ലക്ഷം റിസർവ് സൈന്യം, 5000-ലധികം യുദ്ധ ടാങ്കുകൾ, 80 രാജ്യങ്ങളിൽ സൈനിക താവളങ്ങൾ. ഇതൊക്കെ വെച്ച മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിച്ച് എല്ലാവരെയും തമ്മിൽ തെറ്റിച്ചു. ഭിന്നിപ്പിച്ചടത്ത് മാത്രമേ ഇറാഖിൽ സദ്ദാമിനെ തകർക്കാൻ ഷിയാക്കളെ ഉപയോഗിച്ചു. പെരുന്നാളിൻ്റെ ദിവസത്തിലാണ് തൂക്കിക്കൊല്ലുന്നത്. മുസ്ലിം ലോകം വലിയ പെരുന്നാൾ തൂക്കിക്കൊല്ലാൻ സമയം വേറെയില്ലല്ലോ. റമദാനിലാണ് ഇറാൻ യുദ്ധം തുടങ്ങുന്നത്. എന്തിനാണെന്നറിയാൻ പോലും ഇപ്പോഴും ജൂത നസാറാക്കൾക്ക് വക്കാലത്ത് പറയുന്നവരുണ്ട് ഈ സമുദായത്തിൽ. എന്തിനാണ്? പ്രകോപിപ്പിക്കാൻ. റമദാൻ തന്നെ വേണോ ഒരു യുദ്ധത്തിന് തിരഞ്ഞെടുക്കാൻ? പെരുന്നാൾ തന്നെ വേണോ ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയെ തൂക്കിക്കൊല്ലാൻ? എന്തിനാണത്? പ്രകോപിപ്പിക്കാൻ. അതുകൊണ്ട് ഇവരെ ഒന്നും ഉറ്റമിത്രങ്ങളാക്കരുതേ. ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അതുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ആക്കുന്നവരാരോ വൻ യഫ്അൽ ദാലിക ഫലൈസ മിനല്ലാഹി ഫീ ഷൈഅ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവൻ അള്ളാഹുമായുള്ള ബന്ധത്തിൽ ഒന്നുമല്ലവൻ. അങ്ങനെ കൂടി പറയുന്നുണ്ട് സൂറത്ത് ആല ഇമ്രാനിൽ അള്ളാഹു. ഇത് വല്ല ഓർക്കുന്നുണ്ടോ ഈ സമുദായം? എന്ത് സംസ്കരണമാണ് നമുക്ക് എന്നാലോചിക്കണം. ശത്രുവിൻ്റെ മുമ്പിൽ അരമന കയറി നിരങ്ങി ഒറ്റുകൊടുക്കാൻ മടിയില്ലാത്തവർ,
ശത്രുവോട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഷിയ അതുപോലെ തന്നെ സുന്നി അനൈക്യം പറഞ്ഞുകൊണ്ട് തമ്മിലടിക്കുന്നവർ. ഇപ്പോഴും നമുക്ക് ഇറാനിലെ പരമോന്നത നേതാവിനെ കൊല്ലപ്പെട്ടു. സത്യത്തിൽ ആശയപരമായി ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. രണ്ട് ധ്രുവങ്ങളിലാണെന്ന് പറയാം. ഒരു നിലയ്ക്കും ആശയപരമായ മനുഷ്യനോട് നമുക്ക് യോജിപ്പില്ല. പക്ഷേ അദ്ദേഹം ഒരു മുസ്ലിം അല്ല എന്ന് ലോകം ഇസ്ലാമിക സമൂഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു മുസ്ലിമാണെന്ന മാനദണ്ഡത്തിൽ നമുക്ക് അദ്ദേഹത്തെ കാണണം. ബിദ്അത്തുണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ അപ്പോഴും നമ്മൾ യഹൂദീ നസാറാക്കൾ ഒരിക്കലും ഉറ്റമിത്രമാക്കാൻ പാടില്ലെന്ന് പറഞ്ഞവരോട് ചേർന്ന് നിന്നുകൊണ്ട് അത് ആഘോഷിക്കുന്നവർ ഏത് ഇസ്ലാമിലാണെന്ന് എനിക്കറിയില്ല. ഫലൈസ മിനല്ലാഹി ഫീ ഷൈഅ്, അള്ളാഹുമായി ഒരു ബന്ധത്തിലുമല്ല അവർ. അതൊന്നുമല്ല നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക. പുണ്യ റമദാൻ്റെ ഈ നാളുകൾ അതിലേക്ക് നമ്മെ ആനയിക്കുകയാണ്, നമ്മെ മാടി വിളിക്കുകയാണ്. അള്ളാഹുവേ, ഈ പരിശുദ്ധ മാസത്തിൽ ഞങ്ങളെ ഒന്ന് സംസ്കരിച്ച് തരണം റഹ്മാനെ. ഇപ്പോഴില്ലെങ്കിൽ ഇനി ഞങ്ങൾക്ക് എപ്പോഴാണ് സംസ്കരണം ആർജിക്കാനാവുക? അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാൻ വരുന്നു, നമ്മുടെ മനസ്സ് സംസ്കരിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന ആ നാളുകളിലൂടെ കടന്നുപോയി. ലൈലത്തുൽ ഖദ്റിൻ്റെ അവസാനമാണ് പടച്ചവൻ നമ്മുടെ വിധി തീരുമാനിക്കുക. 27 വരെ നീട്ടിയിട്ടുണ്ടെന്നും 29 വരെ നമ്മുടെ വിധിക്ക് വേണ്ടി അള്ളാഹു താല അതിൻ്റെ ഡേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടെന്നും അവസാനത്തിലേക്ക് എന്തിനാ മാറ്റിയത്? ഈ ദിവസങ്ങളെ നാം എങ്ങനെ ഉപയോഗിക്കുന്നു, നാം ആരായി മാറുന്നു എന്ന് അള്ളാഹു നോക്കാനാണ്. അകം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് റബ്ബ്. പരിവർത്തന വിധേയമായ സംസ്കരണ സന്നദ്ധമായ ഒരു മനസ്സാർജിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി കാത്തിരുന്ന് നമുക്ക് വേണ്ടി അനുകൂല വിധി എഴുതാൻ നമ്മുടെ റബ്ബ് തൂലികയുമായി കാത്തിരിക്കുമ്പോൾ നമ്മൾ ഇതൊന്നും കാണാതെയാവരുത് നമ്മുടെ രാവുകളും പകലുകളുമെന്ന് പരിശുദ്ധ റമദാനിൻ്റെ വിലപ്പെട്ട നിമിഷങ്ങളൊന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, നോമ്പുതുറയുടെ കാര്യത്തിൽ സഹകരിക്കുക, സക്കാത്തിനോടുള്ള ബാധ്യത വിട്ടുക, ദുനിയാവിനോടുള്ള അള്ളിപ്പിടിച്ച മനസ്സിൽ നിന്ന് നമ്മൾ മുക്തി നേടുക. കാരണം ദുനിയാവിൽ അള്ളിപ്പിടിച്ചാൽ ആകാശത്തേക്ക് പറക്കാൻ പറ്റില്ല. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ഇദാ ഖീല ലക്കും, നിങ്ങളോട് പറയപ്പെട്ടാൽ, ഇൻഫിറൂ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകൂ എന്ന് പറയപ്പെട്ടാൽ, ഇസ്താഖൽതും ഇലൽ അർള്, ഭൂമിയിൽ അള്ളിപ്പിടിക്കുകയാണോ? ഭൂമിയിൽ അള്ളിപ്പിടിക്കുക. ആകാശത്തേക്ക് ചിറകടിച്ച് പറക്കേണ്ടുന്ന മനസ്സ്, സ്വർഗസീമകളിൽ പാറി നടക്കേണ്ടുന്ന ആത്മാവ് ഭൂമിയിൽ അള്ളിപ്പിടിക്കുകയാണ്. ഈ ദുനിയാവിൽ കുറച്ചുകൂടെ ഈ മണ്ണിൻ്റെ മുകളിൽ ജീവിക്കണമെന്നുള്ള മോഹത്തിൽ അള്ളിപ്പിടിച്ചാൽ പിന്നെ എങ്ങനെയാണ് ആകാശത്തേക്ക് പറക്കാനാവുക? അതുകൊണ്ട് ഭൂമിയിൽ അള്ളിപ്പിടിക്കുന്ന ഈ മനസ്സിനെ ഭേദിച്ചാൽ ഭൂമിയും സുരക്ഷിതമാകും, ആഖിറവും സുരക്ഷിതമാകും. അതിൻ്റെ പദ്ധതിയാണ് ഈ നോമ്പടക്കമുള്ള ഇസ്ലാമിൻ്റെ പഞ്ചകർമ്മ പദ്ധതികൾ. അതിലൊന്നിനെയും നമ്മൾ നിസ്സാരമായി കാണരുത്. നമ്മുടെ മനസ്സിനെ ഈ ഓരോ കർമ്മങ്ങളും കൂടിച്ചേർന്നാണ് ശരിയായ രൂപത്തിൽ പാകപ്പെടുത്തുന്നത്. അള്ളാഹുവിൻ്റെ വമ്പൻ പ്രൊജക്റ്റുമായി പരിപൂർണമായി സമരസപ്പെട്ട് ആത്മസംസ്കരണം ആർജിച്ച് അള്ളാഹു നമ്മുടേതും അള്ളാഹുവിൻ്റേതുമായി മാറുന്ന ഒരു പുതിയ ലോകത്തേക്ക് പുണ്യ റമദാന് ശേഷം വിട പറഞ്ഞിറങ്ങാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരുമാറാകട്ടെ.